ശ്രീ വി ജോയ്. സാർ, സംസ്ഥാനത്ത് ഈ കോഴികളിലും താറാവുകളിലും മാത്രം ബാധിച്ചിരുന്ന പക്ഷിപ്പനി ഇപ്പോൾ മറ്റു പക്ഷികളിലേക്ക് വ്യാപിക്കുന്നതായിട്ടാണ്, പടരുന്നതായിട്ടാണ് അറിയുന്നത്. ഇത്തവണ പക്ഷിപ്പനി രോഗബാധ ഉണ്ടായ സാഹചര്യത്തിൽ സർക്കാർ തലത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ വി ജോയ് പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ കോഴി, താറാവ് എന്നിവയിൽ മാത്രമായിരുന്നു ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നത്. 2014 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഒക്ടോബർ, ഫെബ്രുവരി മാസങ്ങളിലാണ്. പക്ഷേ ഇത്തവണ അത് ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദേശാടന പക്ഷികളുടെ വരവോടുകൂടി ദേശാടന പക്ഷികൾ തമ്പടിക്കുന്ന പ്രദേശങ്ങളിലാണ് സാധാരണയായി കാണുക പതിവ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്രാവശ്യം ഏപ്രിൽ മാസത്തിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അടിയന്തരമായി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ രോഗബാധിത പ്രദേശങ്ങളിൽ കേന്ദ്ര ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള നടപടികൾക്ക് പുറമെ രോഗനിരീക്ഷണം കർശനമാക്കുന്നതിനും സർക്കാർ ഫാമുകളിലെ ബയോസെക്യൂരിറ്റി സംവിധാനങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനും നിർദ്ദേശം നൽകുകയുണ്ടായി. എല്ലാ മാധ്യമങ്ങൾ വഴിയും പൊതുജനങ്ങൾക്കുള്ള കർഷകർക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി കർശനമായ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി പശു, ആട്, എരുമ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നും ദേശാടന പക്ഷികൾ തമ്പടിക്ക് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുകയുണ്ടായി. ഭാഗ്യവശാൽ ഈ സാമ്പിളുകളെല്ലാം അതിൻ്റെ ഫലമെല്ലാം നെഗറ്റീവായിരുന്നു. വിദഗ്ധ സംഘം ഈ രോഗബാധിത കേന്ദ്രങ്ങൾ സന്ദർശനം നടത്തി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത്. സ്വകാര്യ സംരംഭകരുടെയും കോൺട്രാക്ട് ഫാർമേഴ്സിൻ്റെയും ഒരു യോഗം മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അധ്യക്ഷതയിൽ വിളിച്ചു ചേർക്കുകയുണ്ടായി. ഇപ്രാവശ്യത്തെ രോഗബാധയെ സംബന്ധിച്ച തൽസ്ഥിതി അറിയിക്കുകയും സർക്കാരിൻ്റെ പക്ഷിപ്പനി പ്രതിരോധ നിയന്ത്രണ പരിപാടികളിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകരുടെയും കർഷകരുടെയും പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സെക്രട്ടറി കേന്ദ്ര സെക്രട്ടറിയുമായി ചർച്ച നടത്തിയുണ്ടായി. കേന്ദ്രം ഒരു സന്ദർശനം നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയിരുന്നു. അവർ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭ്യമാകുന്ന അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സാധ്യമാകുന്ന എല്ലാ നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ഇതിൻ്റെ ഉന്നത വിഭാഗങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങൾ അതിൻ്റെ എല്ലാം പങ്കാളിത്തത്തോടുകൂടി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഇതിൽ ഈ ഒരു കാലേ കൂട്ടിയുള്ള രോഗനിർണയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ വകുപ്പിൽ നിലവിലുള്ള രോഗനിർണയ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? മിനിസ്റ്റർ. സാർ, നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു വൈറൽ രോഗബാധയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. വൈറസ് ബാധയാണ് പക്ഷിപ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. H5N1 എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് രോഗത്തിന് കാരണമായി വരുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന പക്ഷിപ്പനിക്ക് കാരണമായിരിക്കുന്നത് ഈ H5N1 പുതിയ വകഭേദമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് ബയോസേഫ്റ്റി ലെവൽ 2 ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന റഫറൽ ലബോറട്ടറിയാണ് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് പ്രവർത്തിക്കുന്ന സിയാദ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ് എന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിൻ്റെ സാങ്കേതിക മേൽനോട്ടത്തിൽ 4 രോഗനിർണയ ലബോറട്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ കീഴിൽ 14 ജില്ലാ ക്ലിനിക്കൽ ലബോറട്ടറികളും താലൂക്ക് തലത്തിൽ പ്രാഥമിക ലബോറട്ടറികളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷിമൃഗാദികളിലെ വിവിധതരം രോഗങ്ങൾ വേഗത്തിൽ നിർണ്ണയിക്കുന്നതിന് വിപുലമായ സംവിധാനങ്ങളാണ് ഇത്തരം ലാബുകളിൽ ഒരുക്കിയിട്ടുള്ളത്. നിലവിലെ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് പക്ഷിപ്പനി രോഗം പോലെയുള്ള മനുഷ്യരെ പോലും ബാധിച്ചേക്കാവുന്ന ഒരു ഹൈ സെക്യൂരിറ്റി ജന്തുജന്യ രോഗങ്ങളുടെ സ്ഥിരീകരണം ഭോപ്പാലിലെ നിസാദ് ലാബിൽ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ലാബിൽ രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ് പ്രസ്തുത വിവരം സ്ഥിരീകരിച്ച് റിപ്പോർട്ട് പുറപ്പെടുവിക്കുന്നത്. അതിനാൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിനെ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പരിശോധിക്കുന്നതിനും സ്ഥിരീകരിക്കുന്നതിനും നിലവിലെ മാനദണ്ഡ പ്രകാരം പരിമിതിയുണ്ട്. എന്നാലും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ഭാഗത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള തിരുവല്ല പക്ഷിരോഗ നിർണയ ലബോറട്ടറിക്ക് പക്ഷിപ്പനി രോഗനിർണയത്തിനുള്ള അംഗീകാരം നൽകുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അനുകൂല തീരുമാനം ഉണ്ടാകുന്നതോടെ രോഗനിർണയങ്ങൾ വേഗത്തിലാക്കും. പാലോട് സിയാദിനെ ബയോസെഫ്റ്റി ലെവൽ 3-ലെത്തിച്ച് ഇത്തരം രോഗങ്ങളുടെ നിർണയം നടത്താൻ സംവിധാനം ഒരുക്കാൻ കേന്ദ്ര അനുമതിക്കായി നമ്മൾ കാത്തിരിക്കുകയുമാണ്.